അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ള ആളുകൾ ഒരു വലിയ ജനക്കൂട്ടത്തിൽ വന്ന് സംസാരിക്കുന്നത് പോലെ അവരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വികേന്ദ്രീകൃതമായി ജനങ്ങളോട് സമീപിച്ച് ഫണ്ട് ശേഖരണം നടത്താനുള്ള സംവിധാനം അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫണ്ട് ശേഖരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണുന്ന പ്രസ്ഥാനമാണ് DYFIയും CPMഉം. അവരെ സംബന്ധിച്ച് ഫണ്ട് ശേഖരണം അവരുടെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് പോലെ തന്നെ നടത്തുകയും ജനങ്ങളിലേക്ക് അത് ജനങ്ങളോട് സംവദിക്കാനുള്ള, ജനങ്ങളോട് രാഷ്ട്രീയം പറയാനുള്ള, അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു അവസരമായി തന്നെയാണ് DYFIയും CPMഉം അതിനെ കാണുന്നത്. അത്തരമൊരു രാഷ്ട്രീയ പ്രവർത്തന രീതി കോൺഗ്രസിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ ഫണ്ട് ശേഖരണം ഏതെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തനത്തിനോ ആണ് ഫണ്ട് ശേഖരണമെങ്കിൽ മുസ്ലിം ലീഗ് അണികളും അതിൻ്റെ നേതാക്കളും മത്സരിച്ച് തന്നെ അക്കാര്യത്തിൽ പങ്കെടുക്കുകയും ഒരുപക്ഷെ ഉദ്ദേശിച്ചതിനേക്കാൾ ഇരട്ടി അവർ പിരിക്കുകയും ആ കാര്യം ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തൊരു ചരിത്രം മുസ്ലിം ലീഗിനെല്ലാം ഉണ്ടെങ്കിൽ കോൺഗ്രസിന് അത്തരമൊരു ചരിത്രമില്ല. അവരെ സംബന്ധിച്ച് ഇത്തരം ഒരു 10 കോടിയോ അല്ലെങ്കിൽ 20 കോടിയോ ആണ് ആവശ്യമെങ്കിൽ അത് പ്രധാനപ്പെട്ട സമ്പന്നരെ എല്ലാം കണ്ട് പിരിച്ച് സംഘടിപ്പിക്കുന്നതാണ് അവരുടെ രീതി. ഇത് പക്ഷേ വലിയ തുകയായിപ്പോയി, വലിയ ലക്ഷ്യമായിപ്പോയി. അതിന് പക്ഷേ നേതാക്കൾ ആരും തന്നെ മുന്നിട്ടിറങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല. കോൺഗ്രസിൻ്റെ പല കമ്മിറ്റികളോടും പലവട്ടം ഈ പണം പിരിച്ചെത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരാരും തന്നെ ഇക്കാര്യത്തിൽ ഒരു ശുഷ്കാന്തി കാണിക്കുകയോ ആ പണം സമയത്ത് എത്തിക്കുകയോ ചെയ്തില്ല. അത് പിന്നീട് അവസാനം പലതരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ KPCCയുടെ അക്കൗണ്ടിൽ നിന്ന് ആ പണം കണ്ടെത്തി ഇതിന് കൊടുത്തു എന്നാണ് KC വേണുഗോപാൽ തന്നെ പറയുന്നത്. KPCCയുടെ അക്കൗണ്ടിൽ പണം എത്തുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകർ പിരിച്ചു കൊടുത്തതോ ലവി കൊടുത്തതോ അല്ല, മറിച്ച് അവർ പ്രധാനപ്പെട്ട വ്യക്തികളെയോ സമ്പന്നരെയോ മറ്റോ കണ്ട് പിരിക്കുന്ന പണം. ആ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ജനകീയമായ ഒരു ഫണ്ട് ശേഖരണമോ ഒരു പ്രവർത്തനമോ അവരുടെ സംഘടനാ ശേഷി വെച്ച് നടത്തുക അസാധ്യമാണ്. ആ ഒരു ദൗർബല്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ജനങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു ക്ഷീണമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. എന്തായാലും കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരു ചോദ്യത്തിന് ഒരു ഭാഗികമായ ഉത്തരമെങ്കിലും KC വേണുഗോപാൽ മീഡിയ വണ്ണിലൂടെ നൽകുകയാണ്. വയനാട് ഭവന നിർമ്മാണത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് എവിടെ എന്ന ചോദ്യത്തിന് ആ ഫണ്ടുള്ളത് തിരുവനന്തപുരം അക്കൗണ്ടിൽ, ധനലക്ഷ്മി ബാങ്കിൻ്റെ തിരുവനന്തപുരത്തെ അക്കൗണ്ടിലാണ്. പിരിഞ്ഞു കിട്ടിയ പണത്തേക്കാൾ കൂടുതൽ തുകയെടുത്ത് ഭൂമി മേടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ മറ്റൊരു ചോദ്യം ഉയരും, അപ്പോൾ ഇനി ഭവന നിർമ്മാണത്തിനുള്ള പണമോ, അതിന് പണം വേറെ കണ്ടെത്തണം. എന്തായാലും ആ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു വ്യക്തത ഇപ്പോൾ KC വരുത്തുകയാണ്. അപ്പോൾ ഈ KCയുടെ ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നമുക്ക് 9 മണിക്ക് മീഡിയ വണ്ണിലൂടെ കാണാം.